ഹലോ ഗായ്സ്, അപ്പം അമ്മ സിയ ഇപ്പൊ പോകുന്നത് അൽ മിർഫയിലാണ്. അൽ മിർഫയിൽ എന്തൊക്കെയാ സിയ ഉള്ളേ? വെള്ളത്തിൽ കളിക്കാൻ. സിയയ്ക്ക് അറിയാം, വെള്ളത്തിൽ കളിക്കാനുണ്ട്. അവിടെ ഒരു ബീച്ച് ഉണ്ട്, ബീച്ചിൽ പോവാണ്. പിന്നെ അൽമുഗരിയയില് വേറെ എന്താ ഉള്ളത്? അവിടെ ഒരു പാർക്ക് ഉണ്ട്, കണ്ടൽക്കാട് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സിയ വെള്ളത്തിൽ കളിക്കാനായിട്ട് എവിടെ പോണേ? ബീച്ചിലാണ് പോകുന്നത്. അപ്പൊ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോ കാണുന്നത് അല്ലേ? മിർഫയിലേക്ക് പോകുന്ന ബീച്ചിലേക്കുള്ള വഴി. ഇപ്പോൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട്. 47 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലും. അപ്പോൾ പോകുന്ന കാഴ്ചകൾ പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, ബൈ പറസിയ. അപ്പൊ പറഞ്ഞല്ലേ സിയനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ. സിയനെ ലോക്ക് ചെയ്യട്ടെ സിയ. ോ കാണിച്ച് ചൂണ്ടിക്കാണിച്ച്. ഏതാ ക്യാമറ ആണോ? നോക്കട്ടെ. ആ ശരിയാണല്ലോ. അവിടെ 1 2 3 4 ക്യാമറ ഉണ്ടല്ലേ? അവിടെ ഫുള്ള് മണല് കിടക്കണുണ്ടോ സിയ? സിയ ഹായ്. ക്ഷണികമാണെങ്കിലും കർത്തനോടൊപ്പമൻ വിശ്രമമേ. ഈ ലോക ജീവിതം ക്ഷണികമാണെങ്കിലും കർത്തനോടൊപ്പമൻ വിശ്രമമേ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ വിളിക്കാം അങ്ങോട്ട് ചെയ്യാം. അപ്പേ വാന്ന് പറ. ഓക്കെ ഗോ. എടി വെള്ളം ഒഴിക്കല്, വെള്ളം ഇങ്ങോട്ട് വാ. പറ്റുന്ന അത്ര പോരട്ടെ. വാ സിയ, വാ സിയ. സിയ കാം, ഓടി വാ. അവളെങ്ങ് വിട്ടേ നീ. അത്ര വെള്ളമൊന്നും ഇല്ലേന്. വെള്ളം കുടിച്ചോ? അയ്യോ, ഉപ്പാണോ? ഉപ്പ് വെള്ളമാണോ സിയ?
കണ്ണു പോയോ? കണ്ണു പോയോ? കാണിച്ച കണ്ണിൽ എങ്ങനെയാ പോയേ? ഹെൽപ് മീ പറ. അതെല്ലാം ഞാൻ അവിടെ എടുത്തു വെച്ചതല്ലേ, ഇവിടെ എന്നിട്ട് അത് എടുത്തോണ്ട് പോയി. നീയാണോ അത് മറ്റേ സാധനം കാറ് വെച്ചേ? ആണോ? ഞാൻ എടുത്തോണ്ട് വരാതെ. അത് എയർ നമുക്ക് ഊതി വീർപ്പിക്കാവുന്നേ ഉള്ളൂ തോന്നുന്നു. സിയ മറ്റേ സാധനം വേണോ? വേണോ? എന്നാ അപ്പം എടുത്തിട്ട് വരാം കേട്ടോ. വീടാണോ? മണ്ണറിയില്ലേ? ഇവിടം വരെ തിര വരാറുണ്ട്. ഇവിടം വരെ അതാ ഈ വേസ്റ്റ് എല്ലാം ഇവിടെ കിടക്കണം. ഇതുണ്ട് വേസ്റ്റ് എല്ലാം കിടക്കുന്നുണ്ട്. തിര ഇവിടം വരെ വരാറുണ്ട്. ഇതെന്നാ ഇതൊക്കെ എന്തായി കിടക്കണേ? ഇത് നോക്ക് സിയ ഇതുണ്ടോ? അവിടം വരെ പോകാൻ പറ്റും. അവിടം വരെ ഇതിപ്പോൾ ഉണ്ട്. എൻ്റെ മുട്ടിന് അത്ര വെള്ളമുള്ളൂ. അവിടെ ഒരു ഹോട്ടലുണ്ട്. അതൊരു വാച്ച് ടവർ പോലെ, ലൈറ്റ് ഹൗസ് പോലെ ഉണ്ട് അവിടെ. അവിടെ ഇങ്ങനെ ഒരു പോട്ടിൻ്റെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. കം കം കം. ഇവിടെ ഇല്ല, മണല്. വാ. എന്തൊക്കെ അഭ്യാസമാണ് വേണ്ട ഒരു സാധനം കൈ കിട്ടിയപ്പോഴത്തേന്. ഡയാന അത് കുഴപ്പമില്ല. വെയിറ്റ് ചാരി ഇരിക്കാനാ ചവിട്ടല്ലേ? ഒരു ആ കാലിപ്പുറം എടുത്ത് വെക്കണേ. നീ ഇത് പൊക്ക് പിടിക്കണേ. നീ ചെയ്യാൻ നടക്കും. കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. സിയ ഇച്ചിരോടെ വെള്ളം എടുത്തിക്കുക.
അത് കുഴപ്പമില്ല, 4-5 വയസ്സ് 2 വയസ്സ്. എടി എന്ത് പരിപാടിയാണ് ചെയ്തത്? ഏത് മണ്ണ് കളഞ്ഞത്? മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ്. നീ ആദ്യം എൻ്റെ ക്യാമറയിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു. എങ്ങനെയുണ്ട് സിയ? എടി ഞാനേ കരയിലേക്ക് പോവാ, കൊച്ചിനെ നോക്കിക്കോ കേട്ടോ. കരയിലേക്ക് ഇത്രയും ദൂരമുണ്ട്. സൂര്യാസ്തമയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പറാണോ സിയ? എന്നിട്ട് താങ്ക് യു അപ്പ പറഞ്ഞില്ലല്ലോ. മമ്മയ്ക്കും താങ്ക് യു പറ. വെൽക്കം സിയ. സിയ ഇത്രയും ഉള്ളിൽ വന്നു ഗൈസ്. മമ്മ പോയി. നടന്നു പോവാല്ലേ അവള്? നടന്നു തന്നെ പോവാ അല്ലേ? സിയ തന്നെ നടക്കുകയാണ്. ഓളങ്ങൾ താളം തുള്ളുമ്പോൾ സിയാമോൾ ഓളത്തിൽ ഓളപ്പരപ്പിൽ ഹാ ഹാ ഹാ. ഓഹോ എടി, നമ്മൾ ഏറ്റവും അവസാനം ഇതുപോലെ ബീച്ചിലില്ലേ വെള്ളം ഇല്ലാണ്ട് ഇത്ര ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എവിടെയൊന്നും ഓർക്കണ്ടോ? മീൻസ് അന്ന് ഷിൻസേറ്റയുടെ കൂടെ അവിടെ പോയെങ്കിലും അത് ആ മൂലയിലായിരുന്നു. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നമ്മൾ സൗദിയിൽ ആ ബീച്ചിൽ പോയി ഇറക്കണ്ടോ? ചെങ്കടലിൻ്റെ ഇങ്ങേ വശം. ചെങ്കടലിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇതേപോലെ തന്നെ കുറേ ദൂരം നമുക്ക് അരക്ക് കീഴ്പോട്ടേ വെള്ളമുള്ളൂ. എടി വെള്ളം ഒരു ഒഴിക്കല്ലേ, ഈ ഉപ്പ് വെള്ളം ഇതിൽ വീണാൽ ക്യാമറ പോകും. അപ്പോൾ പക്ഷേ ഇതിലും ട്രാൻസ്പെറൻ്റ് അവിടുത്തെ വെള്ളം. നമ്മുടെ ഈ ലക്ഷദ്വീപിൽ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, ക്ലിയർ വാട്ടറാണ് അവിടെയൊക്കെ, ഈ ചെങ്കടലിൻ്റെ അവിടെ. കൂടാതെ ഇവിടെ മണലാണല്ലോ നിലത്തെ വെള്ളം, അവിടെയെല്ലാം ഈ പവിഴപ്പുറ്റുകളും കക്കകൾ, മുത്തുച്ചിപ്പികൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എല്ലാം. ഈ സാധനം കുറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട്. സിയക്ക് ഇപ്പോഴും 1 വർഷമായി ആക്ച്വലി ഇത് വാങ്ങിച്ചിട്ട്. സിയ നടന്നു തുടങ്ങുന്നതിന് മുമ്പ് മുട്ടയിൽ എഴുതുന്ന സമയത്ത് പൂളിൽ ഇറങ്ങാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് എടുക്കേണ്ട സാഹചര്യം വന്നില്ല, ഇപ്പോഴാണ് എടുക്കണേ. എസ് കെ കൂട്ടനെ കൊണ്ടുവരാത്ത എന്ത് വെച്ചേ? എസ് കെ കൂട്ടനെ കൊണ്ടുവരാത്ത എന്ത്? ആ എസ് കെ കൂട്ട് വീഴുവോ? അപ്പൊ സിയ വീടില്ലേ? സിയന്റെ എത്ര ഉണ്ട് എസ് കെ കൂട്ട? ശരിക്കും ഇവളെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. മുടി മുക്കണ്ട. ആ തല നനയ്ക്കണ്ട, ആ ഉപ്പാവും മൊത്തം. നീ മുങ്ങിക്ക. വീണ എണീക്കാൻ പറ്റില്ല. ഇതെല്ലാം മാലോകരെല്ലാം കാണുന്നുണ്ട് കേട്ടോ. മുങ്ങ. എന്നിട്ട് പൊങ്ങി വാ, നരസിംഹം വെള്ളത്തിൽ നിന്ന് പൊങ്ങി തന്നെ പോലെ. ഒരാൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഗൈസ് തല പോലും മുക്കുന്നില്ല, എന്നാലും കൈ പിടിക്കാതെ മുങ്ങില്ല. ഇറങ്ങ, അതൊക്കെ വരില്ല, എന്നാ മുങ്ങണ്ടത്. ഓടിക്കാം ഓടിക്കാം.
ഈ സാധനം ഇല്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. ഇതില്ലെങ്കിലേ നഷ്ടമായി പോയേനെ അല്ലേ? ശരിക്കും പിള്ളേർക്ക് ഇത് വേണം, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ പോയി ക്യാമറയിൽ സൂം ചെയ്തെടുക്കാം നിങ്ങളെ. അവിടെ ഞാൻ അവിടെ നിന്ന് എടുത്തോളാം കരയെന്ന്. എന്ത് കിട്ടുള്ളൂ? അവിടെ നിന്ന് എടുത്തിട്ട് വരുള്ളൂ. ക്യാമറയും കൂടെ കൊണ്ടുവരില്ല, റിസ്ക്കാ. ഉപ്പുവെള്ളം വീഴും. അതൊക്കെ ആദ്യം എടുത്തപ്പോൾ ഉണ്ടടി. സിയയുടെ മമ്മ പുതിയ ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. സിയ സെയിൽ ചെയ്യുന്നതാണ് കഴിച്ച് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വെള്ളം കുരുവിക്കല്ലേ? നോനു അവിടെ പോലീസുണ്ട്. സിയക്ക് ഈ ബീച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൂപ്പറാണോ? നെക്സ്റ്റ് ഇവിടെ ആരെയൊക്കെ കൊണ്ടുപോകാൻ? പപ്പ, മമ്മി, എഫ് കുട്ട എല്ലാവരും കൊണ്ടുപോകണോ? പറ, എല്ലാവരും വാന്ന് പറ. പേര് പറ. എല്ലാം വായോ?